വീടിന്റെ ഭംഗി പോകാതൊക്കെ ഈ കാര്യം ഒന്ന് ചെയ്തു നോക്കും. പൊതുവെ കാണുന്ന കാര്യമാണ് വീടിന്റെ കാണുന്ന സ്ഥലത്ത് തന്നെ പ്ലംബിംഗ് ലൈനുകൾ. നമുക്ക് പ്ലംബിംഗ് ലൈൻ ഒഴിവാക്കാൻ പറ്റുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നാഡി നരമ്പുകളിൽ പെട്ടതാണ്. കാരണം വെച്ചാൽ നമുക്ക് വെള്ളം വേണം, അതേപോലെ തന്നെ വേസ്റ്റുകൾ കറക്റ്റായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് പല സ്ഥലത്ത് എത്തിക്കാനും കാര്യങ്ങളൊക്കെ പ്ലംബിംഗ് ലൈൻ ആവശ്യമുണ്ട്. പലപ്പോഴും ആ പ്ലംബിംഗ് ലൈൻ ആ വീടിന്റെ ഭംഗിനെ നശിപ്പിക്കും. നമ്മൾ എന്താ പറയുക, നാട്ടിൽ കാണുന്ന അതിഭംഗിയായിട്ടുണ്ടാകുന്ന വീടുകളിൽ പലപ്പോഴും ഒരു വില്ലനായി നിൽക്കുന്ന ഈ പ്ലംബിംഗ് ലൈനുകളാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇതേപോലെ ഡക്റ്റുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിപ്പോ ഈ ബാത്റൂമിൽ ഡക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതേപോലത്തെ ഡക്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നിലവിലുള്ള ബൗണ്ടറി വാളിൽ നിന്ന് കുറച്ചുകൊണ്ട് ആക്കിയിട്ട് എത്ര പൈപ്പ് ഇറങ്ങും എന്നുള്ളത്. ചിലപ്പോൾ ഈ മുകളിലത്തെ ബാത്റൂം എന്നുള്ളതോ പൈപ്പ് മാത്രമേ ഇറങ്ങുന്നുണ്ടാവുള്ളൂ. ചിലപ്പോൾ ആ ബാത്റൂമിന്റെ ആ ലൈനിന്റെ ഉള്ളിൽ കൂടെ തന്നെ മുകൾക്ക് പോകുന്ന ടാങ്കിലോട്ട് പോകുന്ന വെള്ളം, ടാങ്കിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന വെള്ളവും പിന്നെ ഹോട്ട് വാട്ടർ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ലൈനും കൂടി ഉണ്ടാവും. അപ്പൊ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് എത്ര ഇത് വേണം നോക്കിയിട്ട് നമുക്കത് എന്താ പറയാ ഡക്റ്റിന്റെ സൈസ് തീരുമാനിക്കാം. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ മാതിരിയൊക്കെ ഗ്യാസിന്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഈ ഡക്റ്റ് കൂടെ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ എങ്ങനെ വേണം, എത്രത്തോളം വേണം എന്നുള്ളത് ഈ പറഞ്ഞ മാതിരിക്ക് ആ ഒരു സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഡക്റ്റ് ഈ പറഞ്ഞ മാതിരിക്ക് നമുക്ക് ഉള്ളിലും ചെയ്യാൻ പറ്റും കേട്ടോ. ഉള്ളിലും ചെയ്യാം. അതുപോലെ തന്നെ വാളിന്റെ ഈ പറഞ്ഞ മാതിരിക്ക് 1-2 ഒക്കെ ആണെങ്കിൽ നമുക്ക് വാളിന്റെ ഉള്ളിലൂടെയും കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഏറ്റവും നല്ലത് ഈ പറഞ്ഞ മാതിരിക്ക് പിന്നീട് മെയിൻ്റെനൻസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാനും, പറഞ്ഞ വാളിന്റെ ഉള്ളിലാവുമ്പോൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരുമല്ലോ, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പൊ അത് ഒഴിവാക്കാനും ഏറ്റവും നല്ലത് പുറത്തുനിന്ന് ആക്സസ് ചെയ്യുന്ന പോലത്തെ ഇങ്ങനെ ഡക്റ്റുകൾ ചെയ്യാൻ പറ്റും. അപ്പം അത് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഡിസൈനിന് മാച്ചായ ക്വാളിറ്റി ഡക്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തിരിച്ചറിയാനേ പറ്റില്ല അങ്ങനെ ഒരു ഡക്റ്റ് ഉണ്ട് എന്നുള്ളത്. പോരാത്തിന് നമ്മളെ വീട് വളരെ സൂപ്പറായി സുന്ദരമായിട്ടിരിക്കും. പുറമേ കാണുന്ന വൃത്തികേട്, ഈ പ്ലംബിംഗ് ലൈനിന്റെ വൃത്തികേട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ പ്ലംബിംഗ് ലൈൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഡക്റ്റുകൾ കൊടുത്തിട്ട് ആ പ്ലംബിംഗ് ലൈനെ നല്ല ബുദ്ധിപരമായിട്ട് ഹൈഡ് ചെയ്തിട്ട് വീടിന്റെ ഭംഗി നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. താങ്ക് യു.